പൊളിറ്റിക്കലി, അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട്, ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ഇഷ്ടം കൂടുതലില്ല. എനിക്ക് നല്ല വ്യക്തികൾ ഏത് പാർട്ടിയിൽ വന്നാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ സംസ്ഥാനം, എൻ്റെ രാജ്യമാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കഥ, അറ്റ്ലീസ്റ്റ് എൻ്റെ ക്ലൈമാക്സ് ഒരു പ്ലോട്ട് പോലെ റിവ്യൂസിൽ വന്ന് യൂട്യൂബിൽ ഒരു വൈഡ് സ്പ്രെഡ് ക്രൗഡിന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ എടുത്തതിൻ്റെ പേർപ്പസ് തന്നെ എല്ലാ രീതിയിലും ഇല്ലാതാവുകയാണ്. അതായത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹത്തിന്റെ ഒരു കോർപ്പറേറ്റ് സൈഡിൽ നിന്നുള്ള ഫണ്ടിങ്ങോ ഒന്നുമല്ല. അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയ ഒരു സിനിമയുടെ തിരിച്ച് കളക്ഷൻ, അതായത് ആൾക്ക് റിട്ടേൺസ് കിട്ടേണ്ട ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അതിനെ മുടക്കുന്ന രീതിയിലായിരുന്നു ഈ റിവ്യൂസ് വന്നത്. അല്ലാതെ ഒരു പ്രേക്ഷകൻ എൻ്റെ പെർഫോമൻസോ അല്ലെങ്കിൽ സിനിമയുടെ ഔട്ട്പുട്ടിനെയോ കണ്ടിട്ട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വിലയിരുത്തിയോണ്ടല്ല നമ്മൾ ഇരുന്ന് പറയുന്നത്. സിനിമയുടെ പ്ലോട്ട് വിടുന്ന രീതിയിലും അല്ലാതെ ഒരു പരിധി കൂടുതൽ കേൾക്കുമ്പോൾ ഇതേപോലെ ഖത്തർ ബേസ്ഡ് ആള് ഇതേപോലെ നമുക്കറിയാം, നമ്മളവിടെ സിനിമ ഇറക്കിയിട്ടില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ അദ്ദേഹം അത് കാണുന്നത് പൈറേറ്റഡ് കോപ്പി വഴിയായിരിക്കും. അതെങ്ങനെയാണ് അവിടം വരെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എത്തിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ബട്ട് അങ്ങനെ എത്താൻ സാധ്യത കുറവായതുകൊണ്ട് ഐ തിങ്ക് ഹി ഡിഡ്ന്റ് വാച്ച് ദ ഫിലിം. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ലായിരുന്നു. സോ ദാറ്റ്സ് വൺ തിങ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏത് തിയേറ്റേഴ്സാണെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ചില തിയേറ്റേഴ്സിൽ ഫസ്റ്റ് ഹാഫ് നമ്മുടെ ക്രൂ ബൈ കണ്ട ഷോയിൽ, അതായത് ഡയറക്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ ക്രൂ ബൈ കണ്ട ഷോയിൽ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് പോയി സംസാരിച്ചിട്ട് സെക്കൻഡ് ഹാഫിലായിരുന്നു വിഷ്വൽ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും കറക്റ്റ് ലെവലിലോട്ട് വന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുക, ഇവിടെ ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യത്തില്ല, പക്ഷെ തിയേറ്റർ ഓണേഴ്സായിട്ട് ഞാൻ സംസാരിക്കും. കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവരിൽ പലരും ഇത് അറിഞ്ഞുപോലും കാണത്തില്ല ഇങ്ങനെ സംഭവിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതെനിക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ട് തിയേറ്റർ ഓണേഴ്സിനെ കണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. കാര്യം അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ തീർച്ചയായിട്ടും ദാറ്റ്സ് ഓൾസോ സംതിങ് ഐ വിൽ ബി ഡൂയിങ്. ആൻഡ് എല്ലാവർക്കും പറഞ്ഞ പോലെ, അതായത് എനിക്കൊരു പരിധി കൂടുതൽ ഈ വ്ളോഗേഴ്സിന്റെ പേരെടുത്ത് പറയുന്നതിൽ ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ ഈ സിനിമ മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഒരു കാര്യമില്ല. അത് കാശ് വാങ്ങിയോ കാശ് വാങ്ങാതെയോ എന്തൊക്കെയോ കാരണം കൊണ്ട് അവരുടെ പേഴ്സണൽ അജണ്ട വെച്ചിട്ടായിരിക്കും ഭയങ്കര ഇറ്റ് ഡസന്റ് സൗണ്ട് ലൈക്ക് ക്രിറ്റിസിസം ഓർ എ നെഗറ്റീവ് റിവ്യൂ. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു കളയുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദറ്റ്സ് ഫെയർ. അഗൈൻ, നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. യു കനോട്ട് കംപ്ലീറ്റ്ലി കിൽ ഓഫ് സംവൺസ് വർക്ക്. അത് ഈ ഒരു പ്രോജക്റ്റിന് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് അതെല്ലാം കൊണ്ടും അനിലേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് ഇതിലൂടെ ഇനി ഇതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറിന് വരാൻ കോൺഫിഡൻസ് വരട്ടെ. കാര്യം എനിക്കൊരു സിനിമ തന്നത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ്, ഒരു കോർപ്പറേറ്റ് അല്ല. സോ അതേപോലെ പ്രൊഡ്യൂസേഴ്സ് ഇനിയും മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ സിനിമകൾ. അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു പ്രതീക്ഷയോടെ മാത്രം തന്നെ ഇരിക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് ഹെയ്റ്റ് ക്യാമ്പയിനിങ്. ഞാൻ ഒരുപാട് അതിൽ ഡീറ്റെയിലിൽ പറയുന്നില്ല. അത്യാവശ്യം ഒരു ബയസ്, ഒരു ന്യൂട്രൽ പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന ഏതൊരു മനുഷ്യനും എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹെയ്റ്റ്, അതായത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നൊന്നും ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ ഒന്ന് പഠിച്ച് എൻ്റെ പണി ചെയ്തു പോകാൻ നോക്കുന്ന ഒരാളാണ്. എൻ്റെ സിനിമയെ പോലും പല പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളത് എവിടെ നിന്നാണ് വരുന്നതെന്ന്. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ പറയുമ്പോഴത്തേക്കും എൻ്റെ ജോലിയെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും, അദ്ദേഹം വേറെ ആളെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ഓൾമോസ്റ്റ് 3-4 years ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് ഇത്രയും കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്തു കൊടുത്തു. സിനിമ ഇറങ്ങിയ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കാണാത്ത ഒരു റിവ്യൂ ഇടുന്നു. ഇൻ എവറി വേ അവരോടത് ഫെയർ അല്ല. ആൻഡ് ഇതിൽ കൂടുതൽ സത്യം പറഞ്ഞ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഐ ജസ്റ്റ് ഹോപ്പ് ഇങ്ങനെ ഒരു ബാക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കിട്ടട്ടെ. അഗൈൻ, ഒരു നെപ്പോ പ്രോഡക്റ്റ് ആണ് ഈ ഇരുന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് സഹായിക്കാനുള്ള ഒരു അവസ്ഥ പോലും അല്ല പനിലേട്ടനെ. ബട്ട് ഗിവ് ദം എൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. അവരുടെ സിനിമയും ഒരു ഫെയർ ലെൻസിലൂടെ കാണുക. അതായത് ഇപ്പോൾ എന്നോടുള്ളൊരു ഇഷ്ടക്കുറവ് കൊണ്ട് വേറൊരാളുടെ കഷ്ടപ്പാടിനെ ഇല്ലാതെ ആക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ചേട്ടാ, ഇപ്പൊ പറയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുണ്ട്. അതായത് വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയ
അങ്ങനെ തുറന്നു പറയാനല്ല, വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ചേട്ടൻ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിന്റെ അടിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന നെയിം കോളിംഗ് എന്തൊക്കെ രീതിയിലാണ്. അതായത് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയും, എൻ്റെ അച്ഛൻ വീണ്ടും ഒരു പബ്ലിക് ഫിഗർ ആണ് പറഞ്ഞോട്ടെ, എൻ്റെ അമ്മയും ചേച്ചിമാരെ അമ്മ വരെ പറയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കൂട്ടത്തില് ഈ പൊളിറ്റിക്കലി, അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട്, ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ഇഷ്ടം കൂടുതലില്ല. എനിക്ക് നല്ല വ്യക്തികൾ ഏത് പാർട്ടിയിൽ വന്നാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ സംസ്ഥാനം, എൻ്റെ രാജ്യമാണ് വരുന്നത്. എനിക്കപ്പോൾ വേറെ പൊളിറ്റിക്കലി നോക്കേണ്ട ആവശ്യമില്ല ഏത് പാർട്ടിയാണ് വരുന്നതെന്ന്. മേ ബി ഇന്റേണൽ പൊളിറ്റിക്സ് ദേ മൈറ്റ് ഹാവ് റീസൺസ്, പാർട്ടി വന്നാലേ നല്ലതാവും എന്നൊക്കെ പറയാൻ അവർക്ക് പല കാരണങ്ങളും കാണും. ഞാനൊരു സാധാരണ പൗരന്, എനിക്ക് എൻ്റെ നാട് നന്നായാൽ മതി, അത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള എനിക്കെതിരെ വരെ പൊളിറ്റിക്കലി ഇങ്ങനെ വരുമ്പോഴത്തേക്കും അഗൈൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം, പക്ഷേ അതിപ്പോൾ എൻ്റെ കരിയറിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്കിത് ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് നിങ്ങളോടും പ്രേക്ഷകനോടും. എന്താണ് ഇതിൽ എനിക്കൊരു പോംവഴി എന്ന് ചോദിച്ച്, ഞാൻ ഓണസ്റ്റായിട്ട് എൻ്റെ ഒരു ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചോ നോക്കുന്ന ഒരാളാണ്. സോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.